ഹലോ ഫ്രണ്ട്സ്, ജീവിതത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെയില്ല. പലപ്പോഴും ജോലിസ്ഥലങ്ങളിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ മനസ്സിന് കുളിർമയേകുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ആസ്വദിക്കാനുമായി യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇത്തരം യാത്രകൾ സാധ്യമാക്കാനും സുഗമമായ യാത്രാനുഭവം ഉളവാക്കാനും നമുക്കേറ്റവും അത്യാവശ്യമായി വേണ്ടത് നല്ല റോഡുകളാണ്. അത്തരത്തിലുള്ള എക്സ്പ്രസ് ഹൈവേകളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുൻപ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. നമ്പർ 5. റായ്പൂർ വിശാഖപട്ടണം എക്സ്പ്രസ് വേ. സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായ റായ്പൂർ വിശാഖപട്ടണം എക്സ്പ്രസ് വേ നിർമ്മാണത്തിലിരിക്കുന്ന 6 വരിപ്പാതയുള്ള 464 കിലോമീറ്റർ നീളമുള്ള ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ആണ്. ഇത് കിഴക്കുമധ്യ ഇന്ത്യയിലെ ഛത്തീസ്ഗഡ്, ഒഡീഷ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. മാത്രമല്ല, നിലവിലെ യാത്രാസമയവും ദൂരവും 13 മണിക്കൂറിൽ നിന്ന് 6 മണിക്കൂർ മാത്രമായി കുറയ്ക്കുവാനും ഈ പാത നമ്മെ സഹായിക്കുന്നു. നമ്പർ 4. ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് വേ. 670 കിലോമീറ്റർ നീളമുള്ള 4 വരി വീതിയുള്ള നിയന്ത്രിത ആക്സസ് എക്സ്പ്രസ് വേ ആണ് ഇത്. ഡൽഹിക്ക് സമീപമുള്ള ബഹാദുർഗഡ് അതിർത്തിയെ ജമ്മു കശ്മീരിലെ ഖത്രയുമായി ഹരിയാന, പഞ്ചാബ് വഴി ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഇത് നിലവിലെ ഡൽഹി ഖത്ര ദൂരം 727 കിലോമീറ്ററിൽ നിന്ന് 588 കിലോമീറ്റർ ആയും യാത്ര 14 മണിക്കൂറിൽ നിന്ന് 6 മണിക്കൂറായും കുറയുന്നതിന് കാരണമാകുന്നു. നമ്പർ 3. സമൃദ്ധി മഹാമാർഗ് അല്ലെങ്കിൽ നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേ. ഇവ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ ഭാഗികമായി തുറന്നിരിക്കുന്ന 6 വരി വീതിയും 701 കിലോമീറ്റർ നീളമുള്ള ആക്സസ് നിയന്ത്രിത എക്സ്പ്രസ് വേ ആണ്. ഇത് സംസ്ഥാനത്തിൻ്റെ 2 തലസ്ഥാന നഗരങ്ങളെയും അതിൻ്റെ തലസ്ഥാനമായ മുംബൈയെയും മൂന്നാമത്തെ വലിയതും ഇതര തലസ്ഥാനമായ നാഗ്പൂരിനെയും ബന്ധിപ്പിക്കുന്നു. ഇത് രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രീൻഫീൽഡ് റോഡ് പദ്ധതികളിൽ ഒന്നാണ്. നമ്പർ 2. ഗംഗ എക്സ്പ്രസ് വേ. 1047 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗംഗ എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ 6 വരി വീതിയുള്ള ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയുടെ 594 കിലോമീറ്റർ ഉൾപ്പെടെ ഉള്ള 2 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം നടക്കുന്നത്. 2 ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ കാൺപൂർ സാമ്പത്തിക, വ്യാവസായിക പ്രവർത്തനങ്ങളിൽ മുഖ്യ നേട്ടം കൈവരിക്കാൻ ഈ പാത നമ്മെ സഹായിക്കും. 2021 ഡിസംബർ 18 ഷാജഹാൻപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സ്പ്രസ് വേയുടെ തറക്കല്ലിട്ടത്. 2024 അവസാനത്തോടെ എക്സ്പ്രസ് വേ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ 1. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന പാതയാണിത്. 1350 കിലോമീറ്റർ നീളവും 8 വരി വീതിയുമുള്ള നിയന്ത്രിത പ്രവേശനമുള്ള എക്സ്പ്രസ് വേയാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. നിർമ്മാണത്തിലിരിക്കുന്ന വഡോദര മുംബൈ എക്സ്പ്രസ് വേ ഇതിൻ്റെ ഭാഗമാണ്. 2019 മാർച്ച് 8 അന്നത്തെ കേന്ദ്ര ഗതാഗത മന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിയാണ് ഈ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. സ്ഥലമെടുപ്പ് ചിലവ് ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ആകെ ചിലവ് 90,000 കോടിയാണ്. ഇത് നിലവിലെ ഡൽഹി മുംബൈ റോഡ് യാത്രാസമയം 24 മണിക്കൂറിൽ നിന്നും 12 മണിക്കൂറായി കുറയ്ക്കും. ഈ എക്സ്പ്രസ് വേ ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ സുപ്രധാന നട്ടെല്ലാണ്.